നമസ്കാരം. അമിതമായ ഫോണിൻ്റെ ഉപയോഗവും മറ്റ് സ്ക്രീനിൻ്റെ ഉപയോഗവും ഉറക്കക്കുറവിലേക്കും ഓർമ്മക്കുറവിലേക്കും ശ്രദ്ധക്കുറവിലേക്കും ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവില്ലായ്മയിലേക്കും നയിക്കുന്നു. അമിതമായ ഫോൺ ഉപയോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാമെന്നും നമുക്കൊന്ന് ചിന്തിക്കാം. സെൽഫോണുകൾ, ടാബ്ലറ്റുകൾ, ടിവികൾ, ഗാഡ്ജറ്റുകൾ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന LED സ്ക്രീനുകളിൽ നിന്ന് നീല വെളിച്ചം പുറപ്പെടാറുണ്ട്. ഉറങ്ങാൻ സഹായകമാകുന്ന മെലറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നതും ഉറക്കത്തിൻ്റെ താളത്തെ തടസ്സപ്പെടുത്തുന്നതും ഈ നീല വെളിച്ചം കാരണമാകാറുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെയും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പുമുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അഡിക്ഷന് കാരണമാകാറുണ്ട്. കാരണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം ആരംഭിച്ചു തുടങ്ങും. രാവിലെ എഴുന്നേറ്റ ഉടനെയും മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം പതുക്കെ കുറഞ്ഞു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ബോധമനസ്സിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലും ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം ഉണർവിലുമായിരിക്കും. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ സ്ഥിരമായി ചെയ്താൽ അത് നല്ലതായാലും മോശമായാലും അത് തലച്ചോറ് ഏറ്റെടുക്കുകയും അതൊരു സ്വഭാവമായി മാറുകയും പിന്നീട് അത് അഡിക്ഷനിലേക്ക് നയിക്കുകയും ചെയ്യും. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പും എഴുന്നേറ്റ ഉടനെയും മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ് ഇവ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഫോണുകളും ലാപ്ടോപ്പുകളുമൊക്കെ കിടപ്പുമുറിയിൽ സൂക്ഷിക്കാതെ മറ്റൊരു മുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രവണത കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. വെർച്വലായി ലഭിക്കുന്ന സന്തോഷത്തെ കഴിവതും ഒഴിവാക്കുക. യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതിന് പകരം പ്രകൃതിയിലെ കാഴ്ചകൾ കാണുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് ആ ഫോൺ നോക്കുന്നതിനുള്ള പ്രവണത കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ബാറ്ററി ചാർജ് ലോ ആക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ നേരം ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ലോ ബാറ്ററി നിൽക്കുകയാണെന്നാൽ കുറച്ച് നേരം ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അത് ഓഫായി പോകാനുള്ള പ്രവണത ഉണ്ടാകുകയും പിന്നീട് നമ്മൾ കുത്തിയിടുകയും ചെയ്യും. അങ്ങനെ ഫോൺ നോക്കുന്നതിനുള്ള ആ സമയം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. യാത്ര ചെയ്യുമ്പോഴൊക്കെ പോക്കറ്റിലോ അതുപോലെ തന്നെ കയ്യിലോ ഫോൺ സൂക്ഷിക്കുന്നതിന് പകരം ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടെ എടുത്ത് നോക്കാനുള്ള പ്രവണത താരതമ്യേന കുറവായിരിക്കും. ഫോണിൻ്റെ അവൈലബിലിറ്റി കഴിയുന്നതും കുറയ്ക്കാൻ നോക്കണം. ഉദാഹരണത്തിന് നമ്മൾ പ്രഭാതി സവാരിക്ക് ഇറങ്ങുമ്പോൾ മിക്കവരും ഫോൺ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നു. അതിന് പകരം ഫോൺ വീട്ടിൽ വെച്ചതിന് ശേഷം പ്രഭാത സവാരിക്ക് ഇറങ്ങുക. അങ്ങനെയാണെങ്കിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടും നമുക്ക് ആ നടത്തം ആസ്വദിക്കാൻ കഴിയും. അത്രയും നേരം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നടക്കുന്നതിനിടയിലെങ്കിലും ഫോൺ മാറ്റിവെച്ച് ഫോണിൽ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഗൗരവമേറിയ ഫോൺ കോളുകളോ കമ്മിറ്റ്മെൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നടന്നതിന് ശേഷം വീട്ടിൽ വന്ന് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊരു നിർബന്ധ ബുദ്ധി കാണിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഫോൺ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അതിൻ്റെ അഡിക്ഷനെ കുറയ്ക്കാൻ സാധിക്കും. ഇനി കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷമാണ് കുട്ടികളിൽ ഇത്രയും ഫോൺ അഡിക്ഷൻ കണ്ടു തുടങ്ങിയത്. അത് ഒഴിവാക്കാനായിട്ട് കുട്ടികളുടെ സാന്നിധ്യത്തിൽ മാതാപിതാക്കൾ ഫോൺ ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തണം. കുട്ടികളുമായി മാതാപിതാക്കൾ കൂടുതൽ ആശയവിനിമയം നടത്തുകയും അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി സൊസൈറ്റിയുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് ശീലമാക്കുക. കുട്ടികളെ കൂടി ആ മാതൃകയിലേക്ക് കൊണ്ടുവരാനും കൂടെ പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റ് ആക്ടിവിറ്റികളിലേക്ക് മുതിർന്നവരും കുട്ടികളും ഇടപഴകുന്നത് മൂലം ഫോൺ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ്. അതുപോലെ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചെറിയ കുട്ടികൾ അവർ വഴക്കുണ്ടാക്കുമ്പോഴോ ആ വഴക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മാതാപിതാക്കൾക്ക് ശല്യം കൂടാതെ സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കാറുണ്ട്. ഫോൺ കൊടുത്തവർ സമാധാനിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഫോൺ കൊടുത്തുകൊണ്ട് അതിലെ ഓരോ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള രീതികളൊക്കെ കഴിയുന്നതും ഒഴിവാക്കണം. ഈ രീതികൾ കുട്ടികളെ ഫോൺ അഡിക്ഷനിലേക്ക് ചെറുപ്പത്തിൽ തന്നെ നയിക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അല്ലെങ്കിൽ സമയം ചെലവഴിക്കാനായിട്ട് ഫോൺ കൊടുക്കുന്ന രീതി ഒഴിവാക്കുക. അതെല്ലാം തുടക്കത്തിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് വലിയ ഫോൺ അഡിക്ഷനിലേക്ക് കുട്ടികളെ നയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകാൻ ഷെയർ ചെയ്യുക. നന്ദി.